നിങ്ങൾക്ക് മനീഷ പഞ്ചകം കേൾക്കാനുള്ള ആഗ്രഹമൊന്നുമില്ലേ? അതായത് മനീഷ പഞ്ചകത്തിലെ കഥ എന്താ? തുടങ്ങുന്നതിന് മുന്നേ ഒരു കഥാഭാഗമുണ്ടല്ലേ ഇതിന്. ചണ്ടാലനോട് വഴിമാറാൻ ചണ്ടാലനും ആരുമായിട്ട് കണ്ടുമുട്ടുന്നതാ? ശങ്കരാചാര്യർ. ശങ്കരാചാര്യനും. അങ്ങനെ അവിടെ ഉള്ളത് ചോദ്യം എന്താ വരുന്നത്? ഞാനിതിന്റെ പിറകുവശം പിന്നെ പറയാം എന്തുകൊണ്ട് എന്നുള്ളത്. ഓക്കെ, അവിടെ ശങ്കരാചാര്യര് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നതാണ്. ഗച്ഛ, എന്ന് പറഞ്ഞാൽ ഓടൊന്ന് മാറി നിൽക്ക് എന്നുള്ള അർത്ഥമാണ്. ഇത്തരം കേൾക്കേണ്ട സാവകാശം ഉള്ളായിരുന്നു. ചണ്ടാലൻ തിരിച്ചു ചോദിക്കുന്നതാണ്, ആരാണ് മാറി നിൽക്കേണ്ടത്? ഈ ലോകത്ത് രണ്ട് വിധ വസ്തുക്കളേ ഉള്ളൂ, ഒന്ന് ചേതനനും ഒന്ന് ജഡവും. ജഡങ്ങളായിരിക്കട്ടെ എല്ലാ വസ്തുക്കളും പാഞ്ചഭൗതികമാണ്. പിന്നെ അവശിഷ്ടമായിരിക്കുന്ന ആത്മാ ഒറ്റ ആത്മാവേ ഉള്ളൂ എല്ലാവർക്കും കൂടി. ആയ സ്ഥിതിക്ക് ചണ്ടാലന്റെ ചോദ്യം പ്രസക്തമാവുന്നത്, ഇത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് നീ മാറാൻ പറഞ്ഞത്? ആത്മാവിനെ ഉദ്ദേശിച്ചിട്ടാണ് മാറാൻ പറഞ്ഞതെങ്കിൽ തനിക്കും എനിക്കും കൂടി ഒറ്റ ആത്മാവല്ലേ ഉള്ളൂ ഉണ്ണി എന്നാണ് ചോദ്യം. പിന്നെ താൻ അങ്ങനെ എന്നോട് പറയും മാറാൻ? അത് മാത്രല്ല, ഒറ്റ ഒന്നായതുകൊണ്ട് തന്നെ അതെങ്ങനെയാ സർവ്വവ്യാപകനായിട്ടാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് എങ്ങോട്ടും തള്ളി നിൽക്കാനും പറ്റത്തില്ല. അതായത് അത്യന്ത ശുദ്ധനായിരിക്കുന്ന ഒരു ആത്മാവും അത്യന്തം മലിനമായിരിക്കുന്ന ദേഹവും ദ്വയോരന്തരം ജ്ഞാത്വാ കസ്യ ശൗചം വിധീയതേ. അത്യന്ത മലിനോ ദേഹോ ദേഹി അത്യന്ത നിർമ്മല. അത്യന്ത മലിനമായിരിക്കുന്ന ദേഹവും ദേഹി എന്നുള്ള ചേതനൻ അത്യന്ത നിർമ്മലനുമാണ്. ദ്വയോരന്തരം ജ്ഞാത്വ, രണ്ടിന്റെയും ഭേദം സ്വരൂപത്തെ അറിഞ്ഞിട്ട് കസ്യ ശൗചം വിധീയതേ, ഏതിനെയാണ് ശുചിയാക്കാൻ പറ്റുക? നിത്യശുദ്ധനെ ശുചിയാക്കാൻ പറ്റത്തില്ല. നിത്യ അശുചി വസ്തുവിനെയും നമുക്ക് ശുദ്ധാക്കാൻ പറ്റത്തില്ല. ഇതാണ് വാസ്തവം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കെ അവൻ ചണ്ടാളൻ ചോദിക്കുന്നതാണ്, ശരീരത്തിന്റെ മഹിമയിൽ ആണ് നീ ചോദിച്ചതെങ്കിൽ, കാരണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും പൂജാരി തൊടാൻ പറ്റുമോ? തൊട്ട് കഴിഞ്ഞാൽ ഇനിയും കുളിക്കണം അല്ലേ? പാവം. അതെന്തിന്റെ പേരില്ല? നിങ്ങളുടെ ശരീരം മലിനമായത് കൊണ്ടല്ലേ. തൊട്ട ആളുടെ ശരീരം മലിനമായത് തൊടപ്പെട്ടവന്റെ ശരീരം ശുദ്ധമായത് കൊണ്ടല്ലേ. ഇത് ചണ്ടാലനും ശങ്കരേട്ടനും തമ്മിലുള്ള ഈ സംവാദം ഒരു സ്ഥലത്തൊന്നും നിൽക്കുന്നതല്ല. ഇതിന് നല്ല റേഞ്ച് ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്നത്തെ കേരളത്തിന്റെ നിങ്ങളുടെ സ്പിരിച്വൽ സമ്പ്രദായത്തെ മൊത്തം ചോദ്യം ചെയ്യുന്നതാണ് ഈ ചണ്ടാലൻ. ചണ്ടാലൻ വെറും ശങ്കരനോട് മാത്രം ചോദിച്ചതല്ലത്. അപ്പോൾ ഏതിന്റെ മഹിമയിലായിരിക്കും ശങ്കരേട്ടൻ ചോദിച്ചിട്ടുണ്ടാവുക? എങ്ങനെ മാറി നിൽക്കാൻ? ആത്മാവിന്റെ മഹിമയിലാണോ ശരീരത്തിന്റെ മഹിമയിലായിരിക്കുമോ? നമ്മളൊന്ന് അതിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുക. എന്തിന്റെ പേരിലായിരിക്കും? ശരീരത്തിന്റെ ആദ്യം മഹിമയേ ഉള്ളൂ. അതായത് ബ്രാഹ്മണത്വം, ബ്രാഹ്മണ്യം എന്നുള്ളത് ശങ്കരായം കരുതി ഉണ്ടാവും എവിടെയായിരിക്കും? ശരീരത്തിലല്ലേ, വിശിഷ്ടനില്ല. കേവല ശരീരത്തിലല്ല, കേവല ചേതനിലും അല്ല ജാതിബോധം ഉണ്ടാവുക, വിശിഷ്ടനിലാണ് ഉണ്ടാവുക. അതും അച്ഛനമ്മയുടെ ജാതി ഏതാണോ അതാണ് മക്കളുടെയും ജാതിയായിട്ട് വരിക. ഇല്ലെങ്കിൽ സങ്കരവർണ്ണായി മാറും. ഇതാണ് നിയമങ്ങൾ. ആ സങ്കരം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, പല ജാതി സങ്കരങ്ങളുണ്ട്. സങ്കരത്തിന് പിന്നെ സങ്കരം നേരിടും. ഇങ്ങനെ വകുപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നിയമസംഹിതയിൽ. പക്ഷേ പ്രശ്നം എവിടെയാ? ഇതാണ് പ്രശ്നം. നിങ്ങൾ ഈ ശരീരത്തിന്റെ മഹിമയിലാണോ ചോദിച്ചതുണ്ണി, അഥവാ ആത്മാവിന്റെ മഹിമയിലാണോ? ആത്മാവിന് പ്രത്യേകിച്ച് മഹിമയുണ്ട്, പക്ഷെ രണ്ടും സമാനമാണ്. എന്റെയും നിന്റെയും ആത്മ സമാനമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ മഹിമയുടെ പേരിൽ മാറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ശരീരത്തിന്റെ മഹിമയിൽ പറഞ്ഞാൽ രണ്ടും പാഞ്ചഭൗതികമായ സ്ഥിതിക്ക് അവിടെയും അറിയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ എന്ത് പറയാം? ഇല്ല, നീ കുളിച്ചിട്ടില്ല. ഇതാണോ? ഇതിനു വേണ്ടിയായിരുന്നോ ഈ ചണ്ടാല ഭിക്ഷുകി വന്നത്? ഇപ്പോൾ ഭിക്ഷുകനാണ് അല്ലെ, ഭിക്ഷുകിയല്ല, ഭിക്ഷുകൻ, ഭിക്ഷുക. ചണ്ടാലിനും ഒരു ഭിക്ഷുകനാണല്ലോ ഇത്. അവിടെയും ചണ്ടാലിയാണ് അല്ലെ കഥയില്. നമ്മളിപ്പോ എങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞാല്, ശരീരത്തിന് പ്രത്യേകിച്ച് മഹിമയില്ലെങ്കിൽ ഒരാള്, അതായത് ഇത്രയും കേട്ടെന്ന് കരുതുക, അവസാനം ശങ്കരൻ എന്താ തിരിച്ചു പറയുന്നത്? അവിടെയാണ് നമ്മുടെ മനീഷ പഞ്ചകം തുടങ്ങുന്നത് അല്ലെ. ഗുരുരിത്യേഷ മനീഷ മമ. ഈ ബോധം ആർക്കാണുള്ളത്? അവൻ തീർച്ചയായും എന്റെ ഗുരുസ്ഥാനത്താണെന്ന് പറയുന്നത്.
ഈ സമയത്ത് ശങ്കരാചാര്യര് ഈ ചണ്ടാലന്റെ കാല് കഴുകി വെള്ളം കുടിച്ചിരുന്നു എങ്കിൽ ഈ സീനായിട്ട് ഒത്തുപോകുമോ? ഇനിയാണ് നമ്മുടെ പ്രസംഗം വരുന്നത്. ഇത്രയും ചണ്ടാലം പറഞ്ഞപ്പോൾ ശങ്കരൻ എന്ത് ചെയ്യണം? ഓ വിശുദ്ധനായിരിക്കുന്ന ഗുരവേ, നിൽക്കൂ അവിടെ, വരട്ടെ വെള്ളം, കഴുകപ്പെടട്ടെ കാലുകൾ, കുടിക്കട്ടെ ഞാൻ. ഇങ്ങനെയായിരുന്നെങ്കിൽ സീന് ശരിയാവുമായിരുന്നോ? കാരണം ഇപ്പോൾ ഗുരുസ്ഥാനത്തല്ലേ ആരിയിരിക്കുന്നത്? ചണ്ടാലൻ. അപ്പം ഗുരുവിന്റെ കാല് കഴുകി കുടിക്കേണ്ടതല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ചണ്ടാലൻ കൈയെഴുത് വെച്ചിട്ട് തല്ലിയേനെ. അല്ല, ഞാൻ ചോദ്യം വരുന്നത്, ശരീരത്തിന്റെ മാഹാത്മ്യം കൊണ്ടല്ലാതെ എന്തിന്റെ പേരിലാണ് ഗുരു കാല് കഴുകിയിട്ട് ശിഷ്യനെ വെള്ളം കുടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ആക്കൊരു ചോദ്യം. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇതിന്റെ കഥയും പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ഞാനൊന്ന് ഉന്നയിച്ചു എന്നുള്ളത്. അതായത് 2 ദിവസം മുന്നേ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടന്നു. നമ്മുടെ ക്ലാസ്സിലെ ഒരു വിശിഷ്ട അതിഥി ചേച്ചിയും കുട്ടി അവിടെ കാണാൻ പോയി. കൂട്ടുകാരി ഉണ്ട് കൂടെ. എന്നപ്പോൾ മനീഷ മഞ്ചകം എടുക്കാൻ വന്ന ആള് സ്വന്തം കാല് കഴിച്ച വെള്ളം ജനങ്ങളെ കുടിപ്പിക്കാൻ നിന്നപ്പോൾ വന്ന് പറഞ്ഞു പ്ലേറ്റില് കാല് കഴുകിയ വെള്ളമാണ്. അപ്പൊ നമ്മളെ ക്ലാസ്സിലെ ടീമല്ലേ, എന്ത് വായു കഴുകിയ വെള്ളവും തിരിച്ചു വെച്ചു. അല്ല, വായു കഴുകിയതല്ല, ഇത് കാല് കഴുകിയതാണ്. ഇനി വായു കഴുകിയ വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങിയാലോ? അപ്പൊ കാല് കഴുകിയ വെള്ളം കുടിക്കും. ഏതാ ക്ലാസ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ? മനീഷ പഞ്ചകം. അവിടെ എന്താണ് പ്രതിപാദ്യ വിഷയം? ശരീരത്തിന്റെ പേരിലോ ഭേദം കാണാൻ പറ്റത്തില്ല, ആത്മാവിന്റെ പേരിലോ ഭേദം കാണാൻ പറ്റത്തില്ല. തനിക്കിത് അറിയത്തില്ലായിരുന്നോ ഇപ്പം കാല് കഴിക്കുന്നത് അപകടത്തിലേക്ക് കയറാൻ പോകുന്നുള്ളത്? ഇത് മനുഷ്യ പഞ്ചകമാണോ അല്ല അഹങ്കാര പഞ്ചകമാണോ അത്? ഈ ഏതിന്റെ പേരിലുള്ള ഹൈപ്പിലാണ് താൻ തന്റെ കാല് കഴിയ വെള്ളം ജനങ്ങളെ കുടിപ്പിക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിനും കുറെ റിവൈവ് ആവശ്യമില്ലേ? എന്തിന്റെ പേരിൽ? ചണ്ടാലിന് ഇനിയും ജനിക്കേണ്ടി വരില്ല ഇതൊക്കെ ചോദിക്കാൻ. ഗുരുക്കന്മാർ കുറച്ചെങ്കിലും ബോധമുള്ളവരായിരിക്കണ്ടേ? ചെയ്യുന്ന സമയത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല. ശരീരത്തിന്റെ പേരിലോ ആത്മാവിന്റെ പേരിലോ ഭേദമില്ലെങ്കിൽ ഞാൻ എന്തിന്റെ പേരിൽ എന്റെ കാല് കഴുകിയിട്ട് വെള്ളം മറ്റുള്ളവർ കുടിപ്പിക്കും? ഇത് ചെയ്ത ആൾക്ക് ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉത്തരം തരാം. ഉത്തരം മെനക്കാണെങ്കിൽ അതിനും തിരിച്ചുത്തരം, അല്ല ചൊറിഞ്ഞ ഉത്തരമാണെങ്കിൽ അതിനും തിരിച്ചുത്തരം കിട്ടും. മനീഷ പഞ്ചകത്തിന്റെ സത്ത എന്താന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വേറെ രാമായണ മഹാഭാരതമൊക്കെ നിങ്ങൾ എന്താണ് പഠിച്ചത്? പക്ഷെ ഇത് പഠിപ്പിക്കുന്ന മനീഷ പഞ്ചകത്തിനാണ്. മനീഷ പഞ്ചകം പഠിപ്പിക്കുന്ന ആളാണ് ശരീരവും ആത്മാവും തമ്മിലുള്ള ഭേദത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് നീ ഭേദം കണ്ടത് എന്ന് ചോദ്യം ചെയ്ത ചണ്ടാലന്റെ ചോദ്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മനീഷ പഞ്ചകം എടുക്കുന്ന ആള് തന്നെ ശങ്കരന്റെ സ്ഥാനത്ത് നിന്നാണ് എടുത്തത്, ചണ്ടാലന്റെ സ്ഥാനത്തല്ല. ചണ്ടാലൻ അവിടെ ഗുരുവായിരുന്നു. തെറ്റുപറ്റിയത് ആർക്കാ? അവിടെ അഹങ്കാരം നശിച്ചല്ലോ ശങ്കരന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കൃതിയിൽ എഴുതുമ്പം എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നല്ലേ ആണല്ലോ. അങ്ങനെ നശിച്ചിരുന്നു എങ്കിൽ അത് പഠിച്ച ആൾക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടായിരുന്നു. ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് ജയിപ്പിക്കാൻ പാടില്ല, ഇതിന്റെ പ്രശ്നം എന്താന്നുള്ളത്. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം പറയല്ല. നമ്മുടെ സിസ്റ്റത്തിൽ എന്തിനാണ് ഈ കാല് കഴിച്ച് വെള്ളം കൂട്ടുന്നത്? ഗുരു എന്തിന്റെ പേരിലാണ് ശരീരത്തിൽ മഹിമ കയറി വന്നേ? ഗുരുക്കന്മാരെ കുറച്ചെങ്കിലും നമ്മൾ അതുകൊണ്ട് നമ്മുടെ മനീഷ പഞ്ചകം 5 ശ്ലോകമല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഉപലബ്ധമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം നിലനിന്നുകൊണ്ട് നമ്മൾ അതിന്റെ ഇടയിൽ ഈ 5 ദിവസം കൊണ്ട് വേറൊരു സമയം വെച്ചിട്ട് മനുഷ്യ പഞ്ചകം ഫിനിഷ് അടിക്കും. ഇനി മനുഷ്യ പഞ്ചകം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് മനുഷ്യ പഞ്ചകം കേൾക്കാം. ഈ ക്ലാസ് എടുക്കാൻ പോയ ആൾക്കാർക്കും മനുഷ്യ പഞ്ചകം എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ആളുടെ പേര് പറയരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആരാണ് ഇത് ക്ലാസ് എടുക്കാൻ പോയതെന്നും ആരാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പോയതെന്നും പറയാതിരിക്കുന്നത്. ഞാനിത് ഒരാളുടെ മാത്രം കാര്യത്തിലല്ല ചോദിക്കുന്നത്. നമ്മുടെ എന്തിനാണ് ഈ ഒരു കാല് കഴി ഊട്ട് എന്തിനാണ് നിങ്ങൾ തുടങ്ങിയത്? എന്തിനാണ് ഗുരുക്കന്മാരെ ഈ ഒരു പരിപാടി തുടങ്ങിയത് എന്നാണ് ചോദ്യം. നിങ്ങൾക്കും നിങ്ങളുടെ സിസ്റ്റർ റിവൈവ് ചെയ്യാം, സ്വന്തവും റിവൈവ് ആവാം. ഒന്ന് അങ്ങനെയല്ലേ ഒരു പ്രശ്നം പരിവട്ടമുള്ള ഒരു സൊസൈറ്റിയിൽ അത് പ്രശ്നങ്ങൾ മാറ്റി മാറ്റി മുന്നോട്ട് പോവുക. നമ്മൾക്കൊന്നും അറിയാത്ത കാലത്ത് നമ്മൾ കരുതിയിട്ടുണ്ട് എന്ത്? ജ്ഞാനം പല വഴിക്കും കിട്ടുമെന്ന്. കുറച്ച് മനസ്സിലായപ്പോഴേ അറിഞ്ഞത് ജ്ഞാനം പ്രമാണം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളെ പലരും കഥ പഠിപ്പിച്ചിട്ടില്ലേ? ഒരാൾ ഗുരു വന്ന് ഉപദേശിച്ചു ജ്ഞാനിയായി, ഒരു ബ്രാഹ്മണി വന്ന് ഉപദേശിച്ചു തന്ത്രത്തിലൂടെ അപ്പോഴും ജ്ഞാനിയായി. ഒരു ഘടം എത്ര വട്ടം പൊട്ടും? ഒരു ഘടത്തിന് ഒറ്റ ഒരു സമയം പൊട്ടാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനായി കഴിഞ്ഞു. പിന്നെ അജ്ഞാനം അവിടെ ഇല്ല. പിന്നെ ആരുടെ ഉപദേശം, ആരുടെ തന്ത്രം, ആരുടെ തലകുത്തി നിപ്പിൽ പിന്നെ ഞാൻ ഉണ്ടാകുന്നത്? അപ്പൊ അന്ന് നമ്മൾ കരുതി അത് ശരിയാണ് അല്ലെ? പിന്നെ മനസ്സിലാകത്തുള്ളൂ അതൊക്കെ തെറ്റായിരുന്നു. നമ്മുടെ ഗുരുക്കന്മാർക്ക് ഞാൻ പറയുന്നത് നമ്മുടെ വൈദിക ഗുരുക്കന്മാരുടെയോ ഇവിടെ ഇരിക്കുന്ന ശ്രുതിയിലൂടെ വരുന്ന ഋഷിമാരെ കുറിച്ചോ അല്ല. അവിടെ നമ്മൾ ചോദ്യമേ ചെയ്യുന്നില്ല.
പക്ഷെ ഈ സോക്കോൾഡ് ഗുരുക്കന്മാർ ഈ കളിയിറക്കാനായിട്ട് വരുന്നേരം നമുക്കിത് ചോദ്യം ചെയ്യണം. അവർക്ക് ഉത്തരം അല്ല അത് ചെയ്യും. ഈ പറഞ്ഞ ഗുരുവിന്റെ കഥയില് ഈ ജ്ഞാനിയെ കളിയാക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. പണ്ട് വള്ളത്തിൽ പോയി എന്നും ജ്ഞാനിക്ക് അയ്യോ നീന്താൻ അറിയാൻ അയ്യോ ഒന്നും മേലായിരുന്നു, പറയണ്ട. അത് വെള്ളപ്പൊക്കം സ്വന്തം ഗുരുവിനെ വരുമെന്നും. തന്നെ, അതായത് അത് ഞാൻ പേര് പറഞ്ഞില്ല, ആരെയും പേരെടുത്ത് പറയുന്നില്ല, കഥ അറിയാലോ. ഈ ബ്രാഹ്മണൻ ഒന്ന് അത് ഉപദേശിച്ച ഏതാണ്ട് ജ്ഞാനി പഠിച്ചു വരുമ്പോഴേ സ്വന്തം നമുക്ക് ഗുരുവിന്റെ മനസ്സിലാവുള്ളൂ. വയറ്റിൽ വേദന മാറാൻ വേണ്ടിയിട്ട് ഗംഗയിലേക്ക് ഇറക്കി ഇരുത്തിച്ചു. നീ കാളിയെ മാനിച്ചു കഴിഞ്ഞാൽ വയറുവേദന മാറും. എന്തൊരു ഗതികേടാ. ജ്ഞാനിയായിരിക്കുന്ന ഒരാളായി ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ മാനിക്കുന്നില്ല കേട്ടോ. ലോകരെ ജ്ഞാനിയാണെന്ന് മിഷൻ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിന്റെ കൂടെയുള്ള കുറെ കഥകളുടെ മുകളിലാണല്ലോ അതൊക്കെ നിൽക്കുന്നത്. ചോദ്യം ചെയ്യുന്നവനോടാണ് എതിർപ്പ്. നിങ്ങൾക്ക് ഉത്തരം പറ്റിയാ പറയുന്നത്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിലൂടെ ഈ ആരെയാണോ സോക്കോൾഡ് ഗുരു എന്ന് ജ്ഞാനികൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രതിപാദിക്കുന്നത്, ഗുരുക്കന്മാരെ അവരെ ആരെങ്കിലും ജ്ഞാനിയാക്കാൻ ആകർഷിച്ചുകൊണ്ട്, ശ്രമിച്ചാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ ചർച്ചയ്ക്ക് വരാമെന്നുള്ള കാര്യം അല്ല സ്വാമി അവരാരും അതിനൊരു കാരണം പ്രതീക്ഷിച്ചില്ല. എന്താണെന്നറിയോ? ഈ ആ, അവനവന്റെ ഇപ്പോഴത്തെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ അതൊക്കെ ശരിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഗുരുക്കന്മാരെയാണ് സമൂഹത്തിന് ഇഷ്ടം. നിങ്ങൾ ഇപ്പൊ സമൂഹ ചെയ്യുന്നത് തെറ്റാണ്, സമാനമായിട്ട് നിൽക്കുകയാണല്ലോ. സന്യസിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അതെ. അല്ല, ഈ കാൽവഴിയ വെള്ളവും ചാണ്ടാലും തമ്മിൽ അതെ, വിരുദ്ധ അപ്പൊ അവർക്ക് ദിശകളിൽ നിൽക്കുന്ന സമയത്ത് അനുകൂലമായിട്ട് നിൽക്കുന്ന സന്യാസിമാരെയാണ് ഇഷ്ടം. നമുക്ക് വാഴ്പാട്ട് നടത്താൻ ആളുണ്ടെങ്കിൽ കൂടെ നിൽക്കാം. അല്ല, എതിർ പറയുകയാണെങ്കിൽ, എതിരല്ല, ശരിയായ കാര്യം കാണിച്ചു കൊടുത്താൽ അതിനെ എതിർപക്ഷത്ത് നിർത്തും, എന്നിട്ട് കല്ലെറിയിപ്പിക്കും. നമ്മൾ ശാസ്ത്രമാണ് പറയുന്നത്. ഇതിനൊന്നും എതിർത്ത് നിങ്ങൾക്ക് കയറി വരാൻ പറ്റൂല. കാരണം ഞാൻ എന്റെ മഹിമ കൊണ്ട് ഉപനിഷത്ത് തന്നെ നിൽക്കുന്നില്ല, പറയുന്നില്ലേ, ശാസ്ത്രത്തിന്റെ മഹിമ മാത്രം പറയാം. നിഷിദാദുരത്തെയാ. ഇതേ തന്നെയാണ് അവരെടുത്ത് കളിക്കുന്നത്. ഒരേ മന്ത്രമാണ് അവരെടുത്ത് കളിക്കുന്നത്. ദുർഗം കളിക്ക് പദസ്ഥ ഉപയോഗിക്കുന്ന കവയോ വദന്തി. അപ്പം ഈ ക്ലാസ് എടുക്കാൻ വന്ന കക്ഷിയോട് നമ്മുടെ ക്ലാസ്സിലെ ചേച്ചി ചോദിക്കാൻ ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങൾ സന്യാസം ജ്ഞാനത്തിന്റെ അംഗമാണെന്ന് മാനിക്കുന്നുണ്ടോന്നാ. പക്ഷേ സമ്മതിച്ചില്ല ചോദ്യം ചോദിക്കാൻ. ഇപ്പോൾ എന്നുള്ളതായിരുന്നു. കാരണം പണ്ടിക്കക്ഷിയും ഈ സന്യാസം അംഗമല്ലെന്ന് പറഞ്ഞ എതിർത്ത് നടന്ന ആളാ. പിന്നെ സന്യസിച്ചപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. മനീഷ പഞ്ചകത്തിൽ സ്വാമി പറഞ്ഞ ഈ വിഷയം ഭാഗവതത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അച്ഛാ ഓക്കെ ഇതിനെ, അതായത് നമ്മൾ കൂടുതൽ ഇതിനെ സ്പർശിക്കാറില്ല എന്നുള്ളതാണ്. ഇത് വലിയൊരു അഞ്ചലത്തിൽ നിൽക്കുന്നതാണ്. എന്തിന്റെ പേരിൽ ഭേദം കാണുന്നുള്ളതാണ്. അതായത് ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ സ്വാമി പറയുന്നുണ്ട്, ഈ പരമാത്മാവിന് നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. ഏത് പറത്തില്ലേ, ഓരോ വേനൽ എന്തൊന്നാണ് ഇത്, ഇതിന്റെ സൃഷ്ടികർത്താവ് എന്തൊരു മനുഷ്യനാണ്. അപ്പം തിരിച്ചൊരു ചോദ്യം, ജഗത്തിന്റെ വാസ്തവ കർത്താവിനെയാണോ തെറി പറയാൻ പാടില്ലാത്തത്, അല്ല കൽപ്പിത കർത്താവിനെയാണോ? ആരെയും തെറി പറയാൻ പാടില്ലാത്തത്? മനസ്സിലായോ? ഇത് മനസ്സിലാക്കുന്നതിന്റെ ലെവലിനനുസരിച്ചിരിക്കും ആരെ പറയാനാ. ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന നേരം ഞാൻ പറയാണ്, ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ജഗത്ത് മിഥ്യ എന്ന് ഭഗവാൻ അറിയത്തില്ലേ? പറ്റും, അറിയാം. നമുക്കറിയത്തില്ലേ? നമുക്കും അറിയാം. നമ്മള് ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞിട്ട് ഒരു മിഥ്യാ ജഗത്തിനെ ഇനി ഉണ്ടാക്കിയെടുക്കുവോ? ഇല്ല. അപ്പൊ മനുഷ്യനേക്കാൾ വളരെ നീചനായി പോയില്ലേ ഈ പരമാത്മാവ്? അറിഞ്ഞും കൊണ്ട് ഇത്രയും കാര്യം ഉണ്ടാക്കുവോ? ജീവന്റെ സൃഷ്ടി സ്വപ്നത്തിൽ ജീവന്റെ സൃഷ്ടിയാ. പക്ഷെ അവൻ അറിഞ്ഞുണ്ടാക്കുന്നതല്ല അത്, അവന്റെ അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണത്. ഇങ്ങനെയല്ല ഈശ്വരന്റെ സ്ഥിതി. ഈശ്വരൻ അജ്ഞാനത്തിന്റെ ഉടയോനാ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ല ആവശ്യമുണ്ടോ ഇത് ഉണ്ടാക്കണ്ടേ? ശരിക്കേ. പക്ഷെ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കേട്ടോ. ഇത് തമാശയ്ക്ക് പറയുന്നത് മാത്രം. കാരണം ഏത് ജഗത്തിനെ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഏത് ഈശ്വരൻ, ഏത് ജഗത്ത്? അവിടെ പോയി നിൽക്കും. എല്ലാ ചിന്തകളും രണ്ട് എൻഡിലാണ് വേദാന്ത് സംസാരിക്കുക. ഉണ്ടെന്നും മാനിച്ചിട്ട് സംസാരിക്കും. അവിടെയാണ് ഉപാസനയൊക്കെ പ്രസക്തമാവുന്നത്. കുറച്ച് ഹൈയിലേക്ക് പോകുമ്പോഴാണ് ഏകജീവവാദം ജഗത്തിനെ നിഷേധിക്കുന്നതൊക്കെ കയറി വരുന്നത്. നമ്മുടെ നിങ്ങളുടെ പുനർജൻ ഷാജിയേട്ടന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി പുതിയൊരു ഈശാവാസ്യ ക്ലാസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ജ്ഞാനി ആവുകയാണെങ്കിൽ, രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ, ഈ ജഗത്തിന് എന്ത് സംഭവിക്കും? ഓക്കെ. അപ്പൊ അവരുടെ ഉത്തരം വേറെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാരോട് ഞാൻ സെയിം ചോദ്യം ചോദിച്ചു. അപ്പൊ നല്ലൊരു ഉത്തരം അയച്ചു. അത് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അന്നപ്പം കക്ഷി പറയാണ്, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എതുക്ക്? നിങ്ങൾ ആരാ? ടീക്കേ. ഞാൻ മനസ്സിലാക്കിയ ബ്രഹ്മ ഇങ്ങനെയല്ല. ഇത് ഇങ്ങനെയല്ല കേട്ടോ. അതായത് കയറുള്ള സർപ്പം ഇങ്ങോട്ട് പോകത്തില്ല. കക്ഷിയുടെ അഭിപ്രായത്തിൽ ഈ ആകാശവും മരങ്ങളും ഒക്കെ എങ്ങനെ തന്നെ ഉണ്ടാവും. വേദാന്തം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ മനസ്സിലാക്കാം. ചണ്ടാലിനെ നമുക്ക് മനസ്സിലാക്കാം, ശങ്കരേട്ടനെ മനസ്സിലാക്കാം, മനുഷ്യപഞ്ചകവും മനസ്സിലാക്കാം. പിന്നെ നമുക്ക് കാലൂട്ട നടക്കാം. പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ 8 മന്ത്രം വരെ കഴിഞ്ഞല്ലോ. അപ്പോൾ 28ാമത്തെ പേജില്
9ാം മന്ത്രം തുടങ്ങുന്നതിന് മുന്നേ ഈ 2 ഭാഗമാണ്, പ്രകരണമാണ്. 1ാം പ്രകരണം ജ്ഞാനകാന്ഡമാണ്, 2ാമത്തെ പ്രകരണം സമുച്ചയമാണ്. ഇവിടെ കർമ്മ സമുച്ചയ ഉപാസനയും ഉപാസന സമുച്ചിത ഉപാസനയും വരും. കർമ്മ സമുച്ചിത ഉപാസന, ഉപാസന സമുച്ചിത ഉപാസന രണ്ടും കയറി വരും. അപ്പൊ മൊത്തത്തിൽ ഇത് കർമ്മകാന്ഡം എന്ന് പറഞ്ഞാല് ഉപാസന സംബന്ധിയായിട്ടിരിക്കുന്ന കാര്യം വരാം. ഇതിന് മുന്നേ എന്താ പറഞ്ഞത്? മൊത്തം ജ്ഞാനകാന്ഡം കഴിഞ്ഞു. അപ്പോൾ ജ്ഞാനപ്രകരണത്തിൽ നിന്ന് അടുത്ത പ്രകരണത്തിലേക്ക് മാറുന്നത് കൊണ്ട് ഇതിന്റെ സംബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. എന്തായിരുന്നു കഴിഞ്ഞ ഭാഗത്തുണ്ടായിരുന്നത്, എന്നിട്ട് അടുത്ത പടിയിലേക്ക് കയറത്തുള്ളൂ. ആയതുകൊണ്ട് ടീക്ക കാണാം ആദ്യം. പ്രകരണ വിഭാഗം വിദർശയിഷുർ വൃത്തം അനുവദതി. പ്രകരണയോർ വിഭാഗം, പ്രകരണ വിഭാഗം. ഇതിന്റെ 15ാം നമ്പർ ടിപ്പണിക്ക് ഒന്ന് കാണും. പ്രകരണ വിഭാഗം ഇതി ദ്വിതീയ മന്ത്രഭാഷ്യോക്തസ്യ വിഭാഗഞ്ച അനയോർ ദർശയിഷ്യാമ ഇത്യസ്യ അവസരം ലബ്ധ്വാ ഇത്യാദി. ദ്വിതീയ മന്ത്രം, 2ാമത്തെ മന്ത്രം എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കുറുവൻ നേവേ കർമാണി ജീവിഷംചതും സമാഹ ഏവം ത്വയിനാന്യഥേതോസ്തി നകർമ്മലിപ്യതേ നരേ. ഈ മന്ത്രത്തിന്റെ അവസാനം വന്ന 14ാമത്തെ പേജിൽ 6ാമത്തെ പംക്തിയിൽ നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, വിഭാഗം ച അനയോർ ദർശയിഷ്യാമഹ. ഈ രണ്ടിന്റെയും വിഭാഗം, ജ്ഞാനകർമ്മങ്ങളുടെ വിഭാഗം നോം ഇനിയും മുന്നോട്ട് കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ടീക്കയിൽ എടുത്ത് കാണിച്ചത്. പ്രകരണ വിഭാഗം ദിദർശേഷുഹു, ദർശയിതും ഇച്ഛുഹു ദിദർശേഷുഹു. കാണിക്കാൻ ഇച്ഛിക്കുന്ന ആളെയാണ് ദിദർശേഷുഹു എന്ന് പറയുന്നത്. പോകാൻ ഇച്ഛിക്കുന്ന ആൾ എന്ത് പറയും? ജിഗമിഷുഹു. അങ്ങനെ ഇവിടെ ഈ പ്രകരണത്തിന്റെ വിഭാഗത്തെ കാണിക്കാൻ ഇച്ഛിക്കുന്ന ഭാഷ്യകാരൻ എന്ത് ചെയ്യാണ്? വൃത്തം. വൃത്തം എന്ന് പറയുന്ന അർത്ഥം അതീതം. അതീതം. വൃത്തം അതീതം അനുവദതി. അതീത കാര്യങ്ങളെ അനുവാദം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി അതിന് സ്പഷ്ടീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം നടത്തിയിരിക്കുകയാണ്. എന്താന്ന് നോക്കിയാൽ ഈ ഭാഷത്തിൽ അത്ര, ഈ ഗ്രന്ഥത്തില് ആദ്യേന മന്ത്രേണ, അത്ര എന്ന് പറയാം ഇവിടെ എന്ന് പറയാം ഈ മന്ത്രത്തില്, ഈ ഗ്രന്ഥത്തില് ആദ്യേന മന്ത്രേണ, ആദ്യ മന്ത്രത്താൽ, 1ാം മന്ത്രത്തിലൂടെ സർവേഷണ പരിത്യാഗേന ജ്ഞാനനിഷ്ഠ ഉക്ത പ്രഥമോ വേദാർത്ഥ. സർവേഷണ പരിത്യാഗേന ജ്ഞാനനിഷ്ഠ ഉക്ത. ജ്ഞാനനിഷ്ഠ എന്നുള്ളത് ജ്ഞാനത്തിന്റെ അപരഭൂമിയായിരിക്കുന്ന അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി എന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ബ്രഹ്മാനുസന്ധാനമെന്നോ അർത്ഥം എടുക്കാം. അപ്പോൾ ജ്ഞാനനിഷ്ഠ എന്നുള്ള അപരോക്ഷ ബ്രഹ്മാകാരം എങ്ങനെ വരത്തുള്ളൂ? സർവസംഘ പരിത്യാഗം കൊണ്ട്. ठीक है. സർവ ഏഷണ, ലോകേഷണ, വിത്തേഷണ, പുത്രേഷണ. ഇങ്ങനെ ഇരിക്കുന്ന ഏഷണാ പരിത്യാഗത്തെയാണ് എന്ത് പറയുന്നത്? സന്യാസം കൊണ്ട് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഏഷണാ പരിത്യാഗത്തിലൂടെ ജ്ഞാനനിഷ്ഠ എന്ന് പറയാം. ജ്ഞാനനിഷ്ഠയിൽ എത്തണമെങ്കിൽ സർവസംഘ പരിത്യാഗം ആവശ്യമുണ്ട്. ഇല്ലെങ്കിലോ തത്തത് വർണ്ണാശ്രമത്തിനനുസരിച്ച് കർമാദികൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏഷണാത്രയ പരിത്യാഗത്തിലൂടെ ജ്ഞാനനിഷ്ഠ എന്നുള്ളതായിരുന്നു ഏത് മന്ത്രത്തിന്റെ അർത്ഥം? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ബുദ്ധിധാമാകൃതക്കസ്യ ശുദ്ധനം. ഈ മന്ത്രത്തിന്റെ അർത്ഥം ഈ ഒരു കാര്യം ജ്ഞാനനിഷ്ഠ ഉക്ത പ്രഥമോ വേദാർത്ഥ. പ്രഥമം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ടിപ്പണി 13 നോക്കിയേ. ഫലത്വേന മുഖ്യത്വാത് മുഖ്യ താത്പര്യ വിഷയത്വാത് മുഖ്യ ഇത്യർത്ഥ. ഇത് ഫലം കൊടുക്കുന്നതാണ്. ഇത് ജ്ഞാനം ഫലം കൊടുക്കുന്നതാണ്. മോക്ഷം എന്നുള്ള ഫലം കൊടുക്കുന്നത് കൊണ്ട് മുഖ്യമായതിനാൽ, മുഖ്യ താത്പര്യ വിഷയമായതിനാൽ മുഖ്യം എന്ന് പറയും. അതായത് 2 വിധത്തിൽ താല്പര്യമുണ്ട്. അവാന്തര താല്പര്യവും മുഖ്യ താല്പര്യവും. മുഖ്യ താല്പര്യം ആരുടെ? മൊത്തം വേദത്തിന്റെ മുഖ്യ താല്പര്യ വിഷയതായിരിക്കും ജ്ഞാനത്തിലൂടെ മുക്തി. അവാന്തര താല്പര്യം എവിടെയാ? കർമ്മ ഉപാസനകളിൽ. അപ്പൊ മുഖ്യ താല്പര്യ വിഷയമായിരിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പ്രഥമോ എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത്. പ്രഥമ വേദാർത്ഥം പറഞ്ഞ മുഖ്യ താല്പര്യ വിഷയം ഏതാണ്? ജ്ഞാനനിഷ്ഠ. എങ്ങനെ? സർവസംഘ പരിത്യാഗത്തിലൂടെയുള്ള ജ്ഞാനനിഷ്ഠ. ഇതാണ് സകല വേദത്തിന്റെ മുഖ്യാർത്ഥം. അതായത് കർമ്മകാന്ഡം പോലും അവാന്തര താല്പര്യം മാത്രമാണ് കർമ്മത്തിൽ ഇരിക്കുന്നുള്ളൂ. മുഖ്യ താല്പര്യ വിഷയം ആ കർമ്മത്തിലൂടെ എന്ന് പറയുക. കർമ്മം എങ്ങനെ ചെയ്തിട്ട്? കർത്തൃത്വ ബുദ്ധിയില്ലാതെ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്തിരിക്കുന്ന കർമ്മത്തിലൂടെ അന്ധക്കരണ ശുദ്ധി വഴി ജ്ഞാനപ്രാപ്തി എന്നുള്ളതാണ് സകല വേദങ്ങളുടെ അർത്ഥം. ഇതാണ് പ്രഥമ വേദാർത്ഥം, മുഖ്യ വേദാർത്ഥം. വേദാർത്ഥ ഉക്ത, വേദാർത്ഥോ
ജ്ഞാനനിഷ്ഠ ഉക്താച്ച, ജ്ഞാനനിഷ്ഠ പറയപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ വേദത്തിന്റെ അർത്ഥം. എവിടെയാ പറഞ്ഞത്? ഈശാവാസ്യം ഇതം സർവം മാഗൃത കസ്യ സിദ്ധനമിതി. കുറച്ച് ഭാഗം എടുത്തേ പറഞ്ഞിട്ടുള്ളൂ. മന്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഈശ, ഈശ എന്നുള്ളത് ഏതന്തമാണ്? ഈശ ഈശോ ഈശ ആ രൂപം വേറെ ഉണ്ടാക്കാം. ഇതങ്ങനെ ഉണ്ടായതല്ല. ഈട്ട് ആറാധപതിയായിരുന്നു. ഈട്ട് ഈശോ ഈശഹ എന്നാണ്. അകാരാന്തമാണ്, അകാരാന്തല്ല. ഈട്ട് ഈശോ ഈശഹ. അനന്തങ്ങളൊക്കെ ബഹുവചനം നോക്കിയിട്ട് പിടിച്ചോളാം. അതിന്റെ തൃതീയാന്തമാണ് ഈശാ, അല്ലെങ്കിൽ ഈശേന എന്ന് വന്നേനെ. ഈശാവാസ്യം, ഈശ്വരനാൽ ആച്ഛാദനീയം ഇതം സർവം ജഗത്, ഈ സകല ജഗത്തിനെയും നിഷേധിച്ചുകൊണ്ട് ഈശ്വര ബുദ്ധി നിലനിർത്തണം. അതുകൊണ്ട് കാരണമായിട്ട് എന്താ പറഞ്ഞത്? മാ ഗൃത കസ്യ അസ്യുദ്ധനം, ആരുടെയും ധനത്തിലെ അധികാംക്ഷയും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ വേദാർത്ഥത്തെ നമ്മൾ ഒന്നാം മന്ത്രത്തിലൂടെ അവതരിപ്പിച്ചു. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലൂടെ എന്താ പറഞ്ഞത്? അജ്ഞാനാം ജിജീവിഷൂണാം ജ്ഞാനനിഷ്ഠ അസംഭവേ കുറുവന്നേവേഹി കർമാണി ജിജീവിഷേദിതി കർമ്മനിഷ്ഠ ഉക്ത ദ്വിതീയോ വേദാർത്ഥ. രണ്ടാമത്തെ വേദത്തിന്റെ അർത്ഥമായിരുന്നു കർമ്മനിഷ്ഠ. ഗീതയില് സമാന പ്രസംഗം വരുന്നുണ്ട് അല്ലെ? രണ്ട് നിഷ്ഠയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് നിഷ്ഠാദ്വയങ്ങള് വേദത്തിൽ ഉള്ളതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സാധനം അല്ല ഇവിടെ പറയുന്നത്. അവിടെ അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ്, അങ്ങനെയല്ലേ വെച്ചാൽ അങ്ങനെയല്ല. കാരണം ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. എങ്ങനെ കാണണം? കർമ്മമായിട്ട് ചെയ്യണം. അതാണ് ഇവിടെ ഇപ്പം പറഞ്ഞത് കുറുവന്നേവേഹ കർമാണി എന്ന് പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേത്, ജീവിതം ഇച്ഛേത്. ഇച്ഛ സ്വാഭാവികമാണ്. അതേപോലെ ആയുസ് എന്നുള്ളത് മറ്റ് ശ്രുതിയിലൂടെ പ്രതിപാദിക്കപ്പെട്ടത് കൊണ്ട് ഇവിടെ രണ്ടും അനുവാദം നടത്തിയതാണ്. ജിജീവിഷേത് എന്നുള്ള സ്ഥലത്ത് ഈ ശതകം 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ അത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ള സ്ഥലത്ത് ജ്ഞാനത്തിന് അനുകൂലമായിരിക്കുന്ന കർമ്മം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗീതയിലെ കർമ്മം ജ്ഞാനത്തിന് അനുകൂലമായിരിക്കുന്ന കർമ്മയോഗമാണ്. ഇത് കർമ്മയോഗ ഉള്ളത് കർമ്മനിഷ്ഠ മാത്രമാണ്. അങ്ങനെ വ്യത്യാസമാണ്. ഇത് ആർക്ക് വേണ്ടി പറഞ്ഞതാ? അജ്ഞാനാം. ആ അജ്ഞാനിക്ക് ഒരു വിശേഷണം കൂടിയും പറയാണ്. ജിജീവിഷൂണാം. ജിജീവിഷം എന്ന് പറഞ്ഞാല് ജീവിതം ഇച്ഛുഹു ജിജീവിഷുഹു തേഷാം ജിജീവിഷൂണാം. ജീവിക്കാൻ ഇച്ഛിക്കുന്നവർക്ക്. ആരാ ജീവിക്കാൻ ഇച്ഛിക്കുന്നേ? അജ്ഞാനി. ജ്ഞാനിക്ക് ജീവിതത്തിലും ഇച്ഛയില്ല, മരണത്തിലും ഇച്ഛയില്ല, രണ്ടിലും ഇച്ഛയില്ല. ഗൃതിം. അജ്ഞാനാം ജിജീവിഷൂണാം. അജ്ഞാനിയായിരിക്കുന്നേ ജീവിക്കാൻ ഇച്ഛിക്കുന്ന അജ്ഞാനികൾക്കായിട്ട് ജ്ഞാനനിഷ്ഠ സംഭവിക്കുമോ? പറ്റത്തില്ല. ജ്ഞാനനിഷ്ഠ അസംഭവേ, സംഭവിക്കത്തില്ല. അതായത് ഈ വേദാന്തം എന്നുള്ള സാധനം എല്ലാവർക്കും പറഞ്ഞ പണിയല്ല. കഴിഞ്ഞ ദിവസം ശങ്കര ജയന്തിയുടെ പേരിൽ ഒരു സ്ഥാപനം പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ആചാര്യൻ സംസാരിച്ച് പറയുന്നത് ചെറിയൊരു കാര്യം. എന്താണ്? ആസ്തികൻ. ആരെയാണ് ആസ്തികൻ എന്ന് പറയുന്നത്? ആരെങ്കിലും ഉത്തരം പറഞ്ഞേ. ആസ്തിക കഹ ആസ്തിക കഹ നാസ്തികശ്ച. പക്ഷെ കക്ഷി പറയാൻ എന്താണോ? ഈശ്വരനെ മാനിക്കുന്നവർ ആസ്തികരും ഈശ്വരനെ മാനിക്കാത്തവർ നാസ്തികരും. പക്ഷെ തെറ്റാണത്. കാരണം സാങ്കേ സിദ്ധാന്തത്തിൽ ഈശ്വരനില്ല. പക്ഷെ അത് ആസ്തികരിലാണ് പെട്ടത്. വേദത്തെ പ്രമാണമായി മാനിക്കുന്ന ആൾക്കാർ ആസ്തികന്മാരും വേദത്തെ പ്രമാണമായി മാനിക്കാത്ത ആൾക്കാർ നാസ്തികരും. നാസ്തികർ എത്രയുണ്ട് പ്രമുഖമായിട്ട്? ബൗദ്ധഞ്ചാനം ചാർവാകം. ബൗദ്ധരിൽ തന്നെ 4 ആക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 6 കിട്ടുന്നത്. മാധ്യമികൻ, യോഗാചാരൻ, സൗത്രാന്തികൻ, വൈഭാഷികൻ. മാധ്യമികൻ എന്നും പറയും യോഗാചാരൻ. ഇങ്ങനെ 4. ഇതിന്റെയൊക്കെ ബുദ്ധനാണ് ഇതിന്റെ ആളെങ്കിലും ശരിക്ക് ഇതാണ് നാഗാർജുനാദികളുടെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കൂടുതൽ മാധ്യമിക ഭാഗങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ജൈന മതത്തിന്റെ സ്ഥാപകനാരാണ്? അത് അവരുടെ തീർത്ഥങ്കരന്മാരിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് ശങ്കര്. ശരിക്കും 1ാമത്തെ തീർത്ഥങ്കരനാരാ? ഋഷഭദേവ് എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഇതൊരു സിസ്റ്റമായി മാറുന്ന സമയത്ത് 24ാമത്തെ ആചാര്യനിലെത്തും. എന്നിട്ട് ആരെയാണ് നമ്മളിപ്പോ ആചാര്യനായിട്ട് കണക്കാക്കുക? മഹാവീരനാണ്. ഇങ്ങനെയാണ് ക്രോഡീകരിച്ചെന്നുള്ളത്. പിന്നെയുള്ളത് ബുദ്ധരിൽ തന്നെ ഇങ്ങനെ മാറിപ്പോയി. പിന്നെ ആരാ? ചാർവാകന്റെ ഗുരു ആരാ? ബൃഹസ്പതി. അങ്ങനെ ചില്ലറക്കാരനല്ല അത് സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്.
അത് ദേവഗുരുവാണ് ഇത് ഉണ്ടാക്കിയത്. ചിലര് പറയുന്നത് പിൽക്കാലത്ത് വന്നേ ഹിന്ദു മതത്തിന്റെ നവീകരണമായിരുന്നു എന്ത് ചാർവാകന്മാരെന്ന് ചിലരുടെ അഭിപ്രായം. പക്ഷെ അങ്ങനെയൊക്കെ അഭിപ്രായം കേൾക്കാൻ പറ്റുമോ? അതായത് ശങ്കരാചാര്യരുടെ ജന്മം എപ്പോഴാണ് കാണിക്കുന്നത്? 7-ാം നൂറ്റാണ്ട് അല്ലെ, 6 സംതിങ്ങിലല്ലേ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേയുള്ള ഈ എന്താണ് ഖുറാനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും നമുക്ക് പഞ്ഞിക്കിടുന്ന കാണാമായിരുന്നു. ടീക്കേ, അതുകൊണ്ട് ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്, കാരണം 5-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും മറ്റോ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഇസ്ലാം സിസ്റ്റം എത്തിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ തേടി പിടിച്ച് തല്ലിക്കൊല്ലുന്ന ടീമാണ് ശങ്കരാചാര്യർ. ഇതിന് തെരഞ്ഞ് അങ്ങോട്ട് പോകാൻ പരിപാടിയായിരുന്നല്ലോ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ അഡ്രസ് കിട്ടി അങ്ങോട്ട് പോകും. പിന്നെയാണോ ഈ 2 മതത്തെ വിടാൻ പോകുന്നത്? അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ കാലം ശരിയല്ല നമ്മൾ കണ്ടെത്തിയത്. ഇങ്ങോട്ട് വന്നു. കുറുവന്നേവേഹ ഇഹ അസ്മിൻ ജഗതി, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കർമാണി കുറുവന്നേവ, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേത്, ജീവിതം ഇച്ഛേ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കണം. ഇപ്രകാരം ജ്ഞാനനിഷ്ഠാ ഉക്ത ദ്വിതീയോ വേദാർത്ഥ കർമ്മനിഷ്ഠാ ഉക്ത ദ്വിതീയോ വേദാർത്ഥ. 2ാമത്തെ വേദത്തിന്റെ അർത്ഥം എന്ന് ഉദ്ദേശിച്ചത്, ടിപ്പണി നോക്കിയേ, സാധനത്വേന അവാന്തര താത്പര്യ വിഷയത്വാത്. കർമ്മനിഷ്ഠ എന്നുള്ളത് ജ്ഞാനനിഷ്ഠയ്ക്ക് കാരണമാണ്. എങ്ങനെ ചെയ്താല്? കർത്തൃത്വ ബുദ്ധി ഒഴിവാക്കി ചെയ്താൽ. അതുകൊണ്ടാണ് സാധനത്വാദം എന്ന് പറഞ്ഞത്, അല്ലാണ്ട് സാധനമാകുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവാന്തര താത്പര്യ വിഷയത്വാത് അമുഖ്യ ഹിത്യർത്ഥ. മുഖ്യ താത്പര്യ വിഷയം കർമ്മത്തിലില്ല. ഏതിന്? വേദത്തിന്. വേദത്തിന്റെ അവാന്തര താത്പര്യം മാത്രമാണ്, മധ്യവർത്തി താത്പര്യം മാത്രമാണ് കർമ്മത്തില്. മുഖ്യ താത്പര്യം ജ്ഞാനനിഷ്ഠ വഴി മോക്ഷത്തിലാണ് താത്പര്യം. അതുകൊണ്ട് ദ്വിതീയ വേദാർത്ഥം എന്ന് പറഞ്ഞാൽ അമുഖ്യമായിരിക്കുന്ന വേദാർത്ഥം എന്നുള്ള അർത്ഥമാണ് കിട്ടേണ്ടത്. ഇനി നിങ്ങൾ ടീക്ക നോക്കി, ഇത്രയും ഭാഗം യദുക്തം ഭാസ്കരേണ. ടിപ്പണി 17 നോക്കിയേ, 16-17 നോക്കിക്കോ. ദിദർശയിഷുരിതി ദിദർശയിഷാചേയം വൃത്തികാരാദി അഭിമത സമുച്ചയ ചികണ്ഠയിഷയാ ഇത്യവഗന്തവ്യം. വൃത്തികാരനുണ്ട്. വൃത്തികാരൻ എന്ന് ഉദ്ദേശിച്ചത് ലഘു വ്യാഖ്യാനത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. ഭാസ്കരൻ ഭേദാഭേദവാദി, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഈ വൃത്തികാരാദി അഭിപ്രായത്തെ അഭിമതം എന്ത്? സമുച്ചയം, ജ്ഞാനകർമ്മ സമുച്ചയത്തെ അഭിപ്രായപ്പെടുന്നുണ്ട് ഭാസ്കരാദികൾ. അതിന് ചിഖണ്ഡൈഷയ, ഖണ്ഡയിതുമിച്ച ചിഖണ്ഡൈഷ, ഖണ്ഡിക്കാനുള്ള ഇച്ഛ കൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായത്തെ, അതായത് ഭാഷ്യകാരന് മുന്നേ ഉണ്ടായിരുന്ന പല ആചാര്യന്മാരെയും ഭാഷ്യകാരൻ പുകഴ്ത്തുന്നുണ്ട്, ഇകഴ്ത്തുന്നുണ്ട്. ശരി, നിങ്ങൾ ബ്രഹ്മസൂത്രത്തിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ ഉപവർഷാചാര്യനെ കുറിച്ച് പറയുന്നേരം ആ ഭഗവാൻ ഉപവർഷ എന്ന് പറഞ്ഞു. കാരണം മതം ഏറ്റുപിടിച്ചിട്ടുണ്ട്, അങ്ങരുടെ അഭിപ്രായം ശരിയാണ് എന്നുള്ളത് കൊണ്ട്. അതല്ല, ശരിയേ, എന്നാ പിന്നെ തുടങ്ങും പരിപാടി. ഖണ്ഡനം മാത്രമേ ഉദ്ദേശമുള്ളൂ. ഭാഷ്യകാരൻ ഖണ്ഡനം നടത്തുന്നത് ദ്വൈതികൾക്ക് ഇഷ്ടമാണോ? വാണ്ടിക്ക് ഭാഷ്യകാരന്റെ വചനം ഇഷ്ടമാണോ? അല്ല. പിന്നെ എന്തിനാണ് ഭാഷ്യകാരൻ എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്നേ? ശാസ്ത്രം അറിയാത്തതുകൊണ്ട്. ശരിയേ, അങ്ങേരെ കേൾക്കാത്തത് കൊണ്ട് അങ്ങേര് ഭയങ്കരനാണെന്ന് തോന്നുക. അങ്ങേരെ അടുത്ത് പോയി കളിച്ചാൽ അറിയാം, തന്റെ സിദ്ധാന്തം മൊത്തം അങ്ങേര് മുച്ചോട് മുടിക്കും. അങ്ങേരില്ലാത്തത് കൊണ്ട് വെറുതെ വിടുന്നതല്ലാതെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കേ ഈ മതവാദികൾ വിടുവായിരുന്നു അങ്ങേരെ. അന്ന് അങ്ങേരെ കൊല്ലാനായിട്ട് നടന്നതിൽ പെട്ടത് തന്നെയല്ലേ ഈ മതവാദം, മതരാഷ്ട്രവാദം. ഈ ശങ്കര മതം ഒരു മതരാഷ്ട്രവാദത്തിന്റെ സാധനമാണോ? ശങ്കര ജയന്തി കഴിഞ്ഞ മാസം നടന്നു, പക്ഷെ അതിന്റെ പേരിൽ അവർ സംഘടിപ്പിച്ച ഒരു ഇതുണ്ടായി, സെമിനാർ ഉണ്ടായിരുന്നു. അവിടെ യുഷ്മദസുപ്രത്യ ഗോചരയോഹോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പൊളിറ്റിക്സാ പറയുന്നത്. മൊത്തം പൊളിറ്റിക്സ്. ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുക. തനിക്ക് യുഷ്മദസുപ്രത്യ ഗോചരയുടെ അർത്ഥം അറിയാമോ? അതും അറിയത്തില്ല, ഇതും അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ആസ്തികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വരനെ മാനിക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയത്. കുറെ തെറ്റുകളാണ് മാത്രമാണ് സംസാരിക്കുന്നത്. അല്ല, കേരളത്തിലും പല ഗ്രന്ഥങ്ങളും പണ്ട് നിലനിന്ന് പറയുന്നത്, അതായത് ഞാൻ മറന്നു അതിന്റെ നല്ല കിടിലൻ എന്താ പറയുക വേദാന്തി, അത് നല്ലതല്ലേ, നമ്മളെന്തിനാ എതിർക്കണം? സംസാരിക്കേണ്ട സംസാരിക്കട്ടെ എന്ന്. നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, സാധാരണ ജനങ്ങൾ അതാ ശരിയെന്ന് ധരിക്കും. അതാണ് കുഴപ്പം. അതെല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവൂലേ?
ഈ വേദാന്തം. നമ്മളിപ്പോ ഇത് കേൾക്കുന്നത് കൊണ്ട് നമ്മള് ശരിയായ വഴിക്ക് പറഞ്ഞു തരാൻ അതിനെന്ന് ഒരാളുള്ളതുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് ആ ഒരു അല്ലാത്ത പ്രാരബ്ധവും അതിനുള്ള അതാണ് പ്രശ്നം. ആ അതാണ് നമ്മൾ ഈ സത്യം വിളിച്ചു പറയുന്നവരെ നമ്മളെ സൈഡാക്കി കളയാനുള്ള ഈ മെജോറിറ്റി സന്യാസിമാർ പോലും ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് നിങ്ങൾക്ക് കാര്യം അറിയാത്തതുകൊണ്ടല്ലേ. ठीक അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഗൃഹസ്ഥനത്തിന് എന്ത് പഠിച്ചു നന്നായി. ठीक അതാണ് രണ്ടു വശവും കേൾക്കാൻ നിൽക്കണം. എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഹിന്ദി പറഞ്ഞില്ലേ, ജിസ്കാ ഹാത്ത് മേ ലാഠി ഉസ്കാ ബൈൻസ്. ആരാണോ സിസ്റ്റം കൈയാളുന്നത് അവരതിനനുസരിച്ച് തിരിക്കും. മതരാഷ്ട്രവാദമൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന പരിപാടിയല്ല, ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമ്മുടെ വാജ്പേയി ആയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത്, ഇന്ത്യ സെക്യുലർ കൺട്രി ആയിട്ട് ഇരിക്കുന്നത് അത് RSS ഉള്ളത് കൊണ്ടോ BJP ഉള്ളത് കൊണ്ടോ അല്ല. ഇതെന്റെ വാക്കിയല്ല കേട്ടോ, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം, അത് ക്ലിപ്പ് അയച്ചുതരാം. അത് ഹിന്ദുക്കളുടെ ഗുണം കൊണ്ടാണ്, ഇവിടെയുള്ള ഒരു ജനത്തിന്റെ ഗുണം കൊണ്ടാണ് നിൽക്കുന്നത്. ആ ജനം എന്നും അങ്ങനെയാണ്. അതിൽ കയറിയിട്ട് നമ്മൾ സിസ്റ്റം വെക്കുമ്പോഴാണ് പ്രശ്നവും പരിവട്ടവും വിഭാഗീയതയും എല്ലാം കയറി വരുന്നത്. ഇവിടെയാണ്, അതായത് മതം കയറി കൂടുതൽ പ്രാധാന്യം കളിച്ചു കഴിഞ്ഞാൽ അവിടെ ജാതിവാദം കയറും. അതോടുകൂടി നിങ്ങൾക്ക് ഇത്ര സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിചാരധാര അവതരിപ്പിക്കാൻ പറ്റൂല. അതായത് പണ്ട് കാലത്ത് ചാർവാകം നിലനിൽക്കുന്നില്ലേ? ചാർവാകം തല്ലാൻ ആരംഭിട്ടുണ്ടോ? ഇല്ല. ഇന്നോ ശുദ്ധവേദാന്തം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാല് കഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. മഹിമ, ശരീരത്തിന്റെ മഹിമയിലാണ് വേദാന്തം നിലനിൽക്കുന്നെങ്കിൽ, അപ്പം നിങ്ങൾ ഇനി ടിപ്പണി 17 കൂടി കണ്ടോ. അത്ര ഭേദാഭേദവാദി ഭാസ്കരോക്തം തിരസ്കരോതി യദുക്തം ഇത്യാദിന. ഇനി ആലോചിച്ചോളാം. ഭേദമുണ്ട് അഭേദമുണ്ട് എന്ന് മാനിക്കുന്ന ആൾക്കാരാണ് ഈ ഭേദാഭേദവാദികൾ. ആ അഭിപ്രായത്തെ നമ്മൾ നിരാകരിക്കാൻ പോവാണ്. ഇനി ഈ ടീക്ക കാണാം. യദുക്തം ഭാസ്കരേണ സർവാപി ഉപനിഷത്ത് ഏകം ബ്രഹ്മവിദ്യാ പ്രകരണം തതഃ പ്രകരണ ഭേദകരണം അനുചിതമിതി. യദുക്തം ഭാസ്കരേണ, ഏതൊന്നാണോ ഭാസ്കരനാൽ പറയപ്പെട്ടത്. കാരണം ഭാസ്കര എന്നുള്ള ആചാര്യന്റെ അഭിപ്രായത്തെ നിശ്ചിതമായിട്ട് കണ്ടനം നടത്തുന്നുണ്ട് ഭാഷ്യകാരൻ, മനസ്സിലായിക്കൊള്ളാം. അല്ലാതെ ഏതാചാര്യം പറഞ്ഞാലും തലയിടിച്ച് നടക്കുന്ന പരിപാടി ഇല്ല അവിടെ. തെറ്റെന്താണോ അത് അതിന് നമ്മൾ എങ്ങനെ കാണിക്കും, ഈ പറഞ്ഞ ഭാഗം ശരിയല്ല, ഈ അഭിപ്രായം തെറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏതെന്നാണ് ഭാസ്കരനാൽ പറയപ്പെട്ടത്. എന്താ പറഞ്ഞത്? സർവാഭിപനിഷത്ത്, എല്ലാ ഉപനിഷത്തും കൂടി ചേർന്നിട്ട് ഏകം ബ്രഹ്മവിദ്യാ പ്രകരണം, ഒറ്റ പ്രകരണമാണത്. എന്താണ് വിഷയം? ബ്രഹ്മവിദ്യ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അപ്പൊ ബ്രഹ്മവിദ്യയാണ് ഇവിടുത്തെ പ്രകരണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ടിപ്പണി 4 നോക്കിയേ. ബ്രഹ്മവിദ്യാ പ്രകരണം ഇതി കിട്ടിയോ? തേന ഭാസ്കരേണ, ഭാസ്കരനാൽ എന്താ പറയപ്പെട്ടത്? ജ്ഞാനകർമ്മ സമുച്ചയസ്യ അഭിമതത്വം. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, സമുച്ചയം പല വിധത്തിൽ വരും. ഇങ്ങനെ എന്ത് സമുച്ചയമാണ് അവിടെ പറഞ്ഞതെന്നുള്ളതാണ് ഇപ്പൊ ടിപ്പണികാരൻ വിശദീകരിച്ചു കൊടുക്കുന്നത്. ജ്ഞാനകർമ്മ സമുച്ചയസ്യ അഭിമതത്വപി, ജ്ഞാനവും കർമ്മവും തമ്മിൽ സമുച്ചയം എന്ന് പറഞ്ഞാല് ജ്ഞാനം ഉണ്ടെങ്കിലും മരിക്കുന്നവരെ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഉറുതന്നേവേഹ കർമാണി ജിജീഷിച്ചതകം സമാഹ, 100 വർഷമാണ് ആയുസ് മൊത്തം കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ജ്ഞാനാനന്തരവും കർമ്മം ചെയ്യണമെന്ന് സാമാന്യമായിട്ട് ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. അതാണ് ഭാസ്കരൻ പറയുന്നത്. എന്നിരുന്നാലും വിദ്യാ പ്രാധാന്യേന ഏവ മുക്തിരിതി ധ്യേയം, രണ്ടും ആവശ്യമാണെങ്കിലും മുക്തിക്ക് കാരണം പ്രധാനമായിരിക്കുന്ന വിദ്യയാണ്. ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിനെ എവിടെയാ കിട്ടുക? തൈത്തരീയത്തിലോ മറ്റോ 5 വിഭാഗമാക്കുന്നുണ്ട്. അതില് ജ്ഞാനവും കർമ്മവും സമപ്രധാനമായിക്കൊണ്ടാണോ കൈവല്യം കൊടുക്കുന്നത്, അഥവാ ജ്ഞാനം മുഖ്യവും കർമ്മം ഗൗണവുമാണോ, കർമ്മം മുഖ്യവും ജ്ഞാനവും ഗൗണവുമാണോ? ഇങ്ങനെയൊക്കെ വിഭാഗം നടത്താൻ പറ്റും. അപ്പൊ അതില് ഈ ഒരു അഭിപ്രായത്തിൽ പോലും ഭാസ്കരന്റെ അഭിപ്രായം എന്താണ്? വിദ്യ പ്രധാനമായിട്ട്, കർമ്മം ഗൗണമായിട്ട്, കർമ്മവും വിദ്യയും എന്ന് പറയുന്ന ജ്ഞാനവും കർമ്മവും സമുച്ചയമാണ്, പക്ഷെ അതിൽ പ്രധാനം ജ്ഞാനമാണ്. സഹകാര്യ കാരണ രൂപത്തിൽ മാത്രമേ കർമ്മം ഇരിക്കത്തുള്ളൂ. കർമ്മം ചെയ്യണം, കാരണം വിധിച്ചത് കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇതന്നെയാണ് പ്രഭാകര സിദ്ധാന്തത്തിലും വരിക. വിധിയുള്ളത് കൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമില്ല എന്നുള്ളതാണ്. ഇനി ടീക്കാണ് ബ്രഹ്മവിദ്യാ പ്രകരണം, ഏകം ബ്രഹ്മവിദ്യാ പ്രകരണം. ഇത് മൊത്തം സർവാഭിപനിഷത്ത് എന്ന് പറഞ്ഞാൽ 1 മുതൽ 18-ാം മന്ത്രം വരെ, അതിവിടെ മാത്രമല്ല, നിങ്ങൾ ഏത് ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും
ഉപനിഷത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അത് ഒരൊറ്റ ബ്രഹ്മവിദ്യാ പ്രകരണമാണ് എന്ന് പറഞ്ഞ അർത്ഥം കിട്ടും. ജ്ഞാനം, അതോടുകൂടി കർമ്മം. ജ്ഞാനവും കർമ്മവും ഒന്നിച്ച് ചെയ്തെങ്കിൽ മാത്രം കൈവല്യം. അവിടെ ജ്ഞാനം മുഖ്യവും കർമ്മം ഗൗണവുമായിട്ട് കൈവല്യം പ്രദാനം ചെയ്യും. ആയതിനാൽ ഇതെല്ലാം ചേർന്നിട്ട് ഒറ്റ പ്രകരണമാണ്. കർമ്മം ആവശ്യമുണ്ട്, ജ്ഞാനവും ആവശ്യമുണ്ട്. അപ്പം ബ്രഹ്മവിദ്യ എന്നുള്ളത് കർമ്മവും ജ്ഞാനവും സമുചിതമായിട്ട് വരുന്നത് കൊണ്ട് ഒറ്റ പ്രകരണമാണ് ഈ ബ്രഹ്മവിദ്യ. രസമില്ലേ കേൾക്കാൻ? ആന്ന് പറഞ്ഞു പോകൂലേ നമ്മൾ? ആന്ന് പറഞ്ഞു പോകും. ഇതിന്റെ ട്രിബിളും പെട്ടെന്ന് മനസ്സിലാവരുത്. എവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്, മനസ്സിലാക്കാൻ വലിയ പാടാണ്. കർമ്മം നിങ്ങളുടെ സിദ്ധാന്തത്തില് കർമ്മം ജ്ഞാനത്തിന്റെ കാരണമാണോ? ആർക്ക് ഉത്തരം പറ. കർമ്മം വേദാന്ത സിദ്ധാന്തത്തിൽ ജ്ഞാനത്തിന് കാരണമാണോ? ആണ്. ശ്രദ്ധിച്ചു. ജ്ഞാനത്തിന് കാരണമാണ്. സർവാപേക്ഷാദി യജ്ഞാതി ശ്രുതിരശ്വത് എന്നുള്ള ബ്രഹ്മസൂത്രം വരുന്നവരെ ഡീറ്റെയിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് വേദാന്ത തലേക്കറാൻ കുറച്ച് പാടാന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ഇതെല്ലാം ചെറിയ പോക്കറ്റ് റോഡുകളേ ഉള്ളൂ. രാജവീതി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നിങ്ങൾ അതേ രീതിയിൽ തന്നെ തലേ കയറ്റിയാൽ കാര്യം മനസ്സിലാക്കുന്നു. പക്ഷെ എങ്ങനെയല്ല, കാമ്യകർമ്മവുമായിട്ട് സമുച്ചയമില്ല. സമുച്ചയം ഉണ്ട്. പിന്നെ ഇതിനെ ഭാസ്കരൻ എതിർക്കുന്നത്? ഭാസ്കരൻ പറയുന്നത് ജ്ഞാനത്തിന് ശേഷം കർമ്മം വേണം. ആ സമുച്ചയത്തെയാണ് നമ്മൾ എതിർത്തത്. പിന്നെ നിങ്ങൾ ഏത് സമുച്ചയത്തെ അംഗീകരിക്കുന്നത്? കർമ്മത്തിന് ശേഷമുള്ള ജ്ഞാനം എന്നുള്ള സമുച്ചയം അംഗീകരിക്കുന്നത്. അതെങ്ങനെയാ? ആദ്യം കർമ്മം, ഉപാസന, അന്ധകരണ ശുദ്ധി, ബ്രഹ്മവിദ്യ പഠിക്കാൻ തുടങ്ങുന്നു. പഠിച്ചവന്റെ സന്യാസം, സന്യാസഹിതമായിരിക്കുന്ന ബ്രഹ്മവിദ്യയിലൂടെ അവന് ബ്രഹ്മജ്ഞാനപ്രാപ്തി. ഇത് ക്രമം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളിത് ഗീതയുടെ ഒരു 9, 13, 14 അധ്യായങ്ങളിലൂടെ ഇതിന്റെ സ്പഷ്ടീകരണം നന്നായിട്ട് കിട്ടും. ഓക്കെ, 1 by 1 ആയിട്ട് വെച്ച് പോകുന്നുണ്ട് അവിടെ. ഇത് അന്നപ്പോൾ കർമ്മജ്ഞാനത്തിന്റെ കാരണമാണോ? ആണ്. മറക്കരുത്. ഓക്കെ, എങ്ങനെ ചെയ്യുന്ന കർമ്മം? കർത്തൃത്വ ബുദ്ധി വെക്കാതെ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന ആ കർമ്മത്തെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നുള്ളൂ. ഇതിവിടെ പ്രകരണം ഏതാന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബ്രഹ്മവിദ്യാസ്ഥലത്ത് നമ്മൾ കർമ്മം ജ്ഞാനത്തിന്റെ കാരണമാണ്. സൂത്രം തന്നെയുണ്ട്. സർവാപേക്ഷ എന്ന് പറഞ്ഞാൽ സർവേഷാം ആശ്രമ കർമ്മണം അപേക്ഷ എന്നാ പറയാ. സകല ആശ്രമ കർമ്മത്തിന്റെ അപേക്ഷയുണ്ട്. എന്തിന്? ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് എന്ന് മനസ്സിലാക്കുക. മോക്ഷത്തിന് കാരണമായിട്ട് കർമ്മമില്ല. മോക്ഷത്തിന് കാരണം ജ്ഞാനമാണ്. പക്ഷെ ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് കാരണമാണ് കർമ്മം. ജ്ഞാനത്തിന്റെ ഫലത്തിന് കാരണമല്ല കർമ്മം. മനസ്സിലായോ? ഇപ്പം പിടി കിട്ടിയോ? ജ്ഞാനത്തിൽ നിന്ന് കൈവല്യം എന്നുള്ള ഒരു ഫലം സമ്പാദിക്കാൻ കർമ്മം കാരണമല്ല, അത് കാരണമാണ് എന്നാണ് ഭാസ്കരൻ പറയുന്നത്. കാരണം ജ്ഞാനവും കർമ്മവും ഒന്നിച്ചു നിന്നെങ്കിൽ സമുച്ചയം വരത്തുള്ളൂ. ഈ സമുചിതമായിരിക്കുന്ന ജ്ഞാനകർമ്മമാണ് കൈവല്യം കൊടുക്കത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ കാരണമായി മാറുന്നുണ്ട്. എന്തിന്? കൈവല്യത്തിന് കാരണമായി മാറുന്നുണ്ട് എന്ന് പറയാൻ ജ്ഞാനം ഫലത്തിന് കർമ്മത്തെ അപേക്ഷിക്കുന്നു എന്നൊരർത്ഥം കിട്ടും. ഇത് വേദാന്തം സമ്മതിക്കത്തില്ല. ഇവിടെയാണ് ഭാസ്കരനും വേദാന്തി തമ്മിൽ ഉടക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ഇതിൽ ഗ്രന്ഥത്തിലില്ല. ഞാൻ അതിനെ ടോട്ടൽ അർത്ഥം എടുത്ത് പറയാണ്. ശ്രദ്ധിച്ചോളൂ ഈ ഏരിയ ഒക്കെ. ഗ്രന്ഥത്തിലൂടെ എനിക്ക് ഒരു കണക്കിന് ഇത് പിടി കിട്ടത്തില്ല, ഏത് വഴിയാ പോകുന്നത് എന്നുള്ളത്. ശരി, അന്നപ്പോൾ പൂർവ്വജന്മത്തിലേതോ ഈ ജന്മത്തിലേതോ ആയിരിക്കുന്ന കർമ്മം, ആ കർമ്മം കൊണ്ട് അന്ധകരണ ശുദ്ധി, ആ അന്ധകരണ ശുദ്ധി വഴി ശാസ്ത്രാധ്യയനം, അവിടെ നിന്നുള്ള ജ്ഞാനോത്പത്തി, ആ ജ്ഞാനത്തിന് കാരണമായിട്ട് കർമ്മത്തെ നമ്മൾ മാനിക്കുന്നത്. എന്നിരുന്നാലും ആ ജ്ഞാനത്തിൽ നിന്ന് ഫലം നൽകുന്ന സമയത്ത് കർമ്മം അവിടെ കാരണമല്ല. അപ്പൊ ഫലത്തിന് വേണ്ടി ജ്ഞാനം കർമ്മത്തെ ആശ്രയിക്കുന്നില്ലെങ്കിലും ജ്ഞാനം തന്റെ ഉത്പത്തിക്ക് വേണ്ടി കർമ്മത്തെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ധകരണ ശുദ്ധിക്ക് കാരണമാണ് കർമ്മം, അതുവഴി ജ്ഞാനത്തിന്റെ കാരണമാണ് കർമ്മം. അതിനാൽ കർമ്മം അത്യാവശ്യമാണ് കുട്ടികളെ. മനസ്സിലായോ? കർമ്മം കാരണമാവുന്ന എങ്ങനെയാ? ഇല്ല ഞങ്ങൾ കർമ്മം ചെയ്യത്തില്ല, ഞങ്ങൾ സന്യാസിമാര്. ഞാനിതിന്റെ ഉള്ളിലുള്ള വേറെ പ്രശ്നം അവതരിപ്പിക്കുക. നിങ്ങൾ കർമ്മം ചെയ്താല് ഞങ്ങൾക്ക് കർത്തൃത്വമൊന്നുമില്ല. അതെയാ? അറിയാനല്ല ഞങ്ങൾക്ക് കർത്തൃത്വം ഇല്ലാതെ പോയത്. സന്യാസി കർത്തൃത്വം ഉണ്ടോ? ഏത് സന്യാസിക്ക് കർത്തൃത്വമുള്ളേ? അവിടെയാണ് വിഭാഗം ചെയ്യേണ്ടത്. സന്യാസി 2 വിഭാഗമുണ്ട്, ജ്ഞാനി, അജ്ഞാനി. ശരി, അതിൽ ജ്ഞാനിയായിരിക്കുന്ന സന്യാസിക്ക് കർത്തൃത്വം ഇല്ല, അജ്ഞാനിയായിരിക്കുന്ന സന്യാസിക്ക് കർത്തൃത്വം ഉണ്ട്. ആരും കരുതണ്ട. പിന്നെ എന്തിനാണ് നിങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾക്ക് ഫലമില്ലെന്ന് പറയുന്നത്? അവിടെ സന്യാസം അനുഷ്ഠിച്ചു കഴിഞ്ഞാല് പിന്നെ ഗോത്രാദികൾ ഓർമ്മിക്കാൻ പാടില്ല എന്ന് തന്നെ വിധാനമുണ്ട്. ഗോത്രം പറയാതെ കർമ്മം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടു പോവുകയാണ്.
എന്ന് കരുതിയിട്ട് എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടത്തില്ല. ശരിക്കേ? എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇതിന് പ്രൂഫ് തരണ്ടേ? ബ്രഹ്മസൂത്രം നീ ലാസ്റ്റ് എത്തട്ടെ. അവിടെ സന്യാസിക്കും ബ്രഹ്മചരിക്കും, കാരണം പുരുഷനെ വെച്ചിട്ടാണല്ലോ മുന്നേറുന്നത്, അവിടെ സ്ത്രീ സംബന്ധം വന്നു കഴിഞ്ഞാൽ പ്രായശ്ചിത്ത വിധാനം നടത്തുന്നുണ്ട്. സന്യാസി കർമ്മമില്ലായിരുന്നെങ്കിൽ പിന്നെ പ്രായശ്ചിത്ത വിധാനം എവിടുന്ന് കയറി വന്നു? മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു കർമ്മസംബന്ധം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കർമ്മസംബന്ധം അജ്ഞാനിയായിരിക്കുന്ന സന്യാസിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അജ്ഞാനിയായിരിക്കും സന്യാസി മര്യാദ കർമ്മം ചെയ്താൽ അത് ഗുണമായി മാറും. അല്ല, നിങ്ങൾക്ക് കർമ്മത്തെ അംഗീകരിക്കുകയാണോ? ഇല്ല. തന്റെ അധികാരപരിധി എവിടെയാ? സർവസംഘപരിത്യാഗം എന്ന് പറഞ്ഞ കർമ്മപരിത്യാഗം ആവശ്യമുണ്ട്. അത് മുഖ്യ അധികാരിക്ക് കേവല ബ്രഹ്മാകാര വൃത്തിക്ക് മാത്രമാണ് അധികാരം. ഇല്ലാത്തവനോ? ഇല്ലാത്തവനാണ് നമ്മൾ ബൃഹദാരണ്യകത്തിൽ കാണുന്നത്. എവിടെ? ഹിരണ്യഗർഭോപാസന സ്ഥലത്ത്. അവിടെ ഇതിന് ക്ലാരിറ്റി കിട്ടും നിങ്ങൾ. ठीक है? അതായത് ബ്രഹ്മചാരിക്ക് നൈഷ്ഠിക ബ്രഹ്മചാരി എടുക്കത്തുള്ളൂ, ഉപകുർവാണനെ ഇവിടെ എടുക്കത്തില്ല. ठीक है? ഉപകുർവാണിന് പ്രത്യേകിച്ച് അധ്യയനം കൊണ്ടൊന്നും ഫലം കിട്ടാം. അധ്യയനം കൊണ്ട് ശാസ്ത്രജ്ഞാനം എന്നല്ലാതെ അവിടുന്ന് പുണ്യം ആർജിക്കാൻ പറ്റത്തില്ല. നാം വീട്ടിൽ വന്നിട്ട് ഗൃഹസ്ഥനായിട്ട് കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ പുണ്യാർജനമുള്ളൂ. പിന്നെ അവശിഷ്ടനാരാ? നൈഷ്ഠിക ബ്രഹ്മചാരി. നൈഷ്ഠിക ബ്രഹ്മചാരി ഹിരണ്യഗർഭലോകത്തെത്തുന്നുണ്ട്. അപ്പൊ ശാസ്ത്രാധ്യയനം ഉണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാം. പിന്നെ അവനും എന്തിന്റെ അധികാരമുണ്ട്? ഉപാസന അധികാരമുണ്ട്. ഗൃഹസ്ഥന ഉപാസനയ്ക്ക് അധികാരമുണ്ട്. അതേപോലെ അശക്തനായിരിക്കും സന്യാസി എന്ന് പറഞ്ഞാൽ വേദാന്തം മനസ്സിലാക്കാൻ ബുദ്ധി സാമർത്ഥ്യം ഇല്ല എങ്കിൽ അവനും ഉപാസനയ്ക്ക് അധികാരമുണ്ട്. ഇങ്ങനെയാണ് ഈ വിഭാഗം പോവുക. പല സ്ഥലത്തും പലതും പല രീതിയിൽ പറഞ്ഞതുകൊണ്ട് ക്രോഡീകരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ആർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സന്യാസ മണ്ഡലത്തിൽ തന്നെ സന്യാസികൾക്ക് തന്നെ സംശയമാണ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടതാണ്. ഗുരുവിനോട് ചോദിച്ചാൽ എന്താ പറയാ? ഇവരുടെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ചോദിച്ചാൽ എന്ത് ഉത്തരം കൊടുക്കും? മോനെ, നിന്നെ ആ ആശ്രമത്തിൽ നിന്ന് മാറ്റി ഹോസ്പിറ്റലിലെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അല്ലേ? അല്ലാതെ ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരുണ്ടോ? ഉണ്ട്, ഇല്ലെന്നല്ല. അതുകൊണ്ടാണ് തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേത് പറയുന്നത്. പഠിച്ച ആൾക്കാരുടെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അവരെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. പഠിക്കാത്ത കണാരന്മാരെന്ത് പറയും? താൻ ആരെന്ന് ചിന്തിച്ചോളും, താൻ രക്ഷപ്പെടുന്നു പറയും. താൻ രക്ഷപ്പെടത്തില്ല, തന്റെ പരമ്പര രക്ഷപ്പെടത്തില്ല. ठीक है? പിന്നെ കാല് കഴിച്ച് വെള്ളം കുടിപ്പിക്കാനായിട്ട് ഇറങ്ങി നടക്കാനല്ലാതെ ഒരു പരിവർത്തനവും തനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപകട മേഖല പറഞ്ഞെന്നാണ്. തനിക്കും മറ്റുള്ളവർക്കുമായിട്ട് ആർക്കും അഹങ്കാരം വരാൻ വലിയ സമയമൊന്നുമില്ല. സ്വാഭാവികമല്ലേ? രണ്ടുപേര് പൊക്കി പിടിച്ചാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര വേദാന്തം എന്തൊക്കെയോ അറിയാം. ठीक है? മറ്റുള്ളവനെ അടിച്ചിരുത്തും പിടിക്കുക എന്തോ വലിയ ആനക്കാരിയാണ്. ഒന്നുമില്ല. ജ്ഞാനം കിട്ടുന്നവരെ അജ്ഞാനി, സന്യാസിയായാലും അസന്യാസിയായാലും അജ്ഞാനി, ശുദ്ധ അജ്ഞാനി മാത്രം. അപ്പൊ പറയാണ് ബ്രഹ്മവിദ്യാ പ്രകരണം മൊത്തത്തിൽ ബ്രഹ്മവിദ്യാ പ്രകരണമാണ്. അതായത് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എല്ലാം കൂട്ടിച്ചേർത്ത് സർവാദി ഉപനിഷത്താണ് കേട്ടോ പറഞ്ഞത്. ഉപനിഷത്തിലും കർമ്മം ചെയ്യണം എന്നുള്ളൊരു ഭാഗം വന്നപ്പോൾ അതിനെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അല്ലാതെ കർമ്മകാണ്ഡം ഉപനിഷത്തിൽ കയറി വരത്തില്ല. കർമ്മം ചെയ്യണം എന്നുള്ളൊരു ഭാഗം ഉള്ളത് കൊണ്ട് അതിനെ വെച്ചിട്ടാണ് മുന്നേറിയത്. പക്ഷെ അതിന് സംബന്ധം എവിടെ ഉണ്ടാവും? കർമ്മകാണ്ഡമായിട്ട് സംബന്ധിപ്പിച്ച് കളയും. അത്ര അപകട മേഖലയാണ്. ആ മന്ത്രം കൊണ്ട് കയറി വരുന്നില്ല. പക്ഷെ ഇവിടുത്തെ മന്ത്രം വെച്ചിട്ട് മൊത്തം കർമ്മകാണ്ഡത്തെ കൂടി പിടിച്ചിട്ട് ഇതിൽ കിട്ടും എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. തഥ പ്രകരണ ഭേദകരണം അനുചിതം. ആയതുകൊണ്ട് പ്രകരണത്തെ ഭേദം നടത്തുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. ഇത് ആരുടെ അഭിപ്രായമാ? ഭാസ്കരന്റെ. ठीक है? തത് അസത്, അപ്പറഞ്ഞത് അസത്ത്, ശരിയല്ല. അതെന്തുകൊണ്ടാ ശരിയല്ലാത്തത്? ഞങ്ങൾ ആചാര്യൻ ചില്ലറക്കാരനാണോ? ഭാസ്കരേട്ടന്റെ ടീം വരില്ലേ? പറയാണ് പ്രാണാദി ഉപാസന വിധാനസ്യാദി ഉപനിഷത്ത് ദർശനാത്. പ്രാണാദി ഉപാസന വിധാനങ്ങളും ഉപനിഷത്തിൽ കാണുന്നുണ്ട്. ഉപനിഷത്ത് കേവലം എന്തിനു വേണ്ടിയല്ല? ബ്രഹ്മവിദ്യ മാത്രമല്ല, പിന്നെയോ പ്രാണവിദ്യയുണ്ട് അവിടെ. അല്ല, ഈ പ്രാണവിദ്യം ബ്രഹ്മവിദ്യ ഒന്നല്ലേ? ഇനി പറ, ഈ പ്രാണം തന്നെയല്ലേ ബ്രഹ്മ? ഇതിൽ അഭിപ്രായം ഒന്ന് ആദ്യം അറിയട്ടെ. പ്രാണം തന്നെയല്ലേ ബ്രഹ്മ? ആണെന്നുള്ള ആൾക്കാർ ആദ്യം ഉത്തരം പറ. ആണ്. ആണെന്നുള്ള ആൾക്കാർ വേം പറ. അനുകൂലിക്കുന്ന ആൾക്കാരുടെ എണ്ണം വരട്ടെ. ആരും അനുകൂലിക്കാനില്ല. ജയദേവനുണ്ട്. ठीक है? ബാബുജി, ജയദേവൻ പ്രാണനാണ് ബ്രഹ്മ. ഇതിന് ആർക്കും എതിർപക്ഷികളുണ്ടോ? ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ലേ? പ്രാണനല്ല ബ്രഹ്മം. പിന്നെ പ്രാണനല്ല എന്ന് പറഞ്ഞാല് ബ്രഹ്മം പ്രാണനല്ല, പ്രാണൻ ബ്രഹ്മവും അല്ല, അല്ലെ? പരസ്പര ഭേദം ഉണ്ടാവുമല്ലോ. ജീവോ ബ്രഹ്മൈവ നാപര. ജീവൻ ബ്രഹ്മമാണ്.
അപ്പൊ ജീവനല്ലേ പ്രാണൻ? ജീവപ്രാണധാരണ എന്നല്ലേ ജീവന്റെ അർത്ഥം പോലും എടുക്കുന്നത്. പ്രാണൻ എവിടുന്ന് ഉത്പന്നമാവുന്നതാണ്? പ്രാണന്റെ കാരണത്തെ പറ. പ്രാണന്റെ ഉത്പത്തി കേന്ദ്രം ഏതാണെന്ന് പറ. തത്വബോധത്തിലുണ്ട്. രാജസാംശത്തിൽ നിന്നാണ്. ഏതിന്റെ രാജസാംശത്തിൽ നിന്ന്? അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുടെ രാജസാംശത്തിന്റെ സമഷ്ടിയാണ് ആര്? പ്രാണൻ. മനസ്സിലായോ? അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായതാ? സമപ്രധാനമായിരിക്കുന്ന മായയിൽ നിന്ന്. മായ എവിടെ നിന്നുണ്ടായതാ? ജീവ ഈശോ വിശുദ്ധാജി തഥാ ജീവേശ്യോഭിത അവിദ്യ ചിതേറയോഗ. ചിതോർയോഗ വരും. ചിത എന്നുള്ളതിൽ ചിതോർയോഗ. ഷഡസ്മാകമനാദേഹ. അങ്ങനെ അതിൽ അവിദ്യ അനാദിയാണ്. അവിദ്യക്ക് കാരണത്വം ഇല്ല, ആശ്രയത്വമേ ഉള്ളൂ. ആശ്രയം ബ്രഹ്മമാണ്, കാരണമില്ല. അങ്ങനെ ഇരിക്കുന്ന അവിദ്യയുടെ കാര്യമാണ് എന്ത്? പ്രാണൻ. അവിദ്യ ബ്രഹ്മല്ലേ? ആണ്. അവിദ്യ ബ്രഹ്മാണല്ലേ? അല്ല, ഒരു കണക്കിന് അവിദ്യ ബ്രഹ്മാണ്. അതെങ്ങനെയാ അറിയോ? ബ്രഹ്മത്തിൽ കൽപ്പിത വസ്തു ബ്രഹ്മസ്വരൂപമാണ്. അവിദ്യ ബ്രഹ്മത്തിൽ കൽപ്പിതല്ലേ? ഒരു ബ്രഹ്മസ്വരൂപമാണ്. ഇതൊന്നും കേട്ട് ഞെട്ടരുത്. അതായത് ജഗത് ബ്രഹ്മാകാരത്തിൽ സത്യമാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ജഗത്തില്ല, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് കയറിന്റെ ആകാരത്തിൽ സർപ്പം സത്യമാണെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? കയറിൽ കണ്ട സർപ്പം അധിഷ്ഠാന രൂപത്തിൽ സത്താണെന്ന് പറഞ്ഞാൽ കയറിന്റെ രൂപത്തിൽ മാത്രം സത്ത്, കൽപ്പിത രൂപത്തിൽ ഇല്ല എന്നർത്ഥമാണ്. അതേ രൂപത്തിൽ ബ്രഹ്മമാണ്. പക്ഷെ ഒരിക്കലും ജഡമായിരിക്കുന്ന മായയും ചേതനും തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങൾ ബ്രഹ്മസൂത്രം തുടങ്ങുന്നതിന് പ്രസംഗം തന്നെ അതാണ്. യുഷ്മദസ്മ പ്രത്യേക ഗോചര വിഷയ വിഷ്ണുത്വം പ്രകാശോദരിപ്പ സ്വഭാവയോ ഇതരേതരാനുഭവത്തിൽ സിദ്ധായം ധർമാണോ സുധരാം ഇതരേതര ഭാവ അനുഭവത്തിൽ പ്രത്യേക ഗോചര വിഷയം ഇതാത്മ വിഷ്ണു പ്രത്യക്ഷ ഗോചരസ്യ വിഷയത്തെ ധർമാണ അധ്യാസം ഇത്യേത് ഭൗതി യുക്തം എന്നും പറഞ്ഞിട്ട് വേറൊരു ഏരിയയിലേക്ക് അങ്ങോട്ട് കയറും. അത് ഒരിക്കലും പരസ്പര താതാത്മ്യം തരാൻ പാടില്ലാത്ത വസ്തുക്കളാണ്. അപ്പൊ താതാത്മ്യം പാടില്ല എന്ന് പറയുന്ന അർത്ഥം രണ്ട് വസ്തുവാണ്. അതിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രാണൻ എങ്ങനെയാണ് സുഹൃത്തെ ബ്രഹ്മാവുക? ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പ്രാണായാമം നടത്തുന്ന പ്രാണോപാസനയാണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. പ്രാണോപാസന വേറെയാണ്, പ്രാണായാമം വേറെയാണ്. പ്രാണോപാസന പ്രാണായാമമല്ല. പക്ഷെ പ്രാണായാമം നടത്തിയിട്ട് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ പ്രാണോപാസന നടത്തുന്നത്. പ്രാണൻ ബ്രഹ്മമാണെന്നും ഞങ്ങൾ ബ്രഹ്മോപാസന നടത്തുകയാണെന്നും മൂക്കുപിടുത്തക്കാർക്ക് ഒരു ആലോചനയുണ്ട്. എന്ത് ചെയ്യും? ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരമാത്മാവ് പോലും കുന്തിച്ചിരിക്കുന്ന ഒരു ഫീൽഡാണിത്. ഇവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോക്കോൾഡ് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ഒരു പരമാത്മാവില്ല 1000 പരമാത്മാവ് ഒന്നിച്ചിറങ്ങിയാലും നന്നാക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അതുകൊണ്ടാണ് മധുസൂദന സരസ്വതികൾ പറയുന്നത് ഉപാസകന്റെ അടുത്തും ബ്രഹ്മവിദ്യ പറയാൻ പോയേക്കരുത്. അവന് പറഞ്ഞ പണിയല്ലത്. പഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ എവിടുന്ന് ഉണ്ടായെന്നുള്ളത് പറയാം. അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന്. അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാവും. ഇത് ശരിക്കും തത്വബോധം തത്വബോധ ആത്മബോധം മര്യാദ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഉപകാരം കിട്ടും. ബേസിക് ടെക്സ്റ്റ് അറിയാതെ മുന്നോട്ട് പഠിച്ചാൽ ഭയങ്കര പാടാണ്. നമ്മൾ എന്നിട്ട് ഞാൻ പിറകോട്ട് പോയിട്ട് ഓരോന്നോരോന്ന് കൊളുത്തി വെക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ പോലെ എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ട്. ठीक അതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ അതേപോലെ ആ ശ്ലോകം ഖണ്ഡിക മൊത്തം അതേപോലെ തന്നെ തലയിൽ കയറ്റിയേക്കണം. ഇഷ്ടം പോലെ സ്ഥലത്ത് ആവശ്യമുള്ള സാധനമാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരാഹിണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.